ഒരൊറ്റ കുത്തുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ കഴിയുന്ന ഒരു വിസിൽ മുഴക്കുന്ന മുരളുന്ന മൃഗമാണ് അതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾക്ക് മുഖാമുഖം അത് വന്നാൽ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നവർ പറയുന്നു. നിങ്ങളുടെ അന്വേഷണം നിങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ശരിക്കും സാഹസത്തിന് തയ്യാറാണെങ്കിൽ യതി ഒരു രാത്രികാല ജീവിയാണെന്ന് ആരോപിക്കപ്പെടുന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്കതിനെ കാണുവാൻ എന്തെങ്കിലും അവസരം വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നിങ്ങളതിന് ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയരെ, നമസ്കാരം. ലോകത്തിന്റെ തന്നെ നെറുകയിൽ ആകാശഗംഗയെ തൊട്ടുരുമ്മി മഞ്ഞ് പുതച്ച് അമ്പരചുംബികളായി വെൺകൂനകളായ ഹിമാലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മരം കൊച്ചുന്ന തണുപ്പും അതിസാഹസികതയും ലോക മനുഷ്യന്റെ സിരകളെ ത്രസിപ്പിക്കും. വൈവിധ്യങ്ങളുടെ സ്വർഗ്ഗഭൂമിയാണ് ഹിമാലയൻ സാമ്രാജ്യം. ഒപ്പം അന്തർലീനമായി അവ്യക്തതകളുടെ മാസ്മരികത നിലനിർത്തുന്ന യതി എന്ന ജീവിയെക്കുറിച്ചും ആരും ചിന്തിച്ചു പോകും. ഹിമാലയൻ പർവ്വതനിരകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉയരമുള്ളതും കുരങ്ങിനെ പോലെയുള്ളതും വെളുത്ത രോമങ്ങൾ നിറഞ്ഞതും കയ്യിൽ ഒരു കമ്പുമായി ഓടിമറയുന്ന ഒരു മനുഷ്യൻ്റേതുപോലുള്ള രൂപം നമ്മുടെ മനസ്സിൽ തോന്നാതിരിക്കാൻ തരമില്ല. നമ്മൾ ചിന്തിക്കുന്നത് യതി എന്ന മൃഗമല്ലാതെ മറ്റൊന്നുമായിരിക്കാൻ സാധ്യതയുമില്ല. ആ രൂപം നമ്മെ ഓരോരുത്തരുടെയും ശൈശവത്തിൽ വിസ്മയത്തോടെ അറിയുകയും ഇഷ്ടപ്പെടുകയും അതേസമയം ഭയപ്പെടുത്തുകയും ചെയ്തു. ഡോക്ടർ ഹു, സ്കൂബി ഡു തുടങ്ങിയ ജനപ്രിയ പരിപാടികൾക്ക് ഇതിനാൽ നമ്മൾ നന്ദി പറയണം. യതിയുമായി ബന്ധപ്പെട്ട് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ ബിഗ് ഫുട്ട് എന്ന പേരിൽ എണ്ണമറ്റ ചലച്ചിത്രങ്ങളെ പ്രതിപാദിക്കേണ്ടതുണ്ട്. ഇത് പ്രധാനമായും ഈ പുരാതന ജീവിയായ ഹിമാലയൻ രൂപത്തിന്റെ അമേരിക്കൻ ഹോളിവുഡ് തനിയാവർത്തനമാണ്. അപ്പോൾ എങ്ങനെയാണ് യതി ഉണ്ടായത്? ഈ ജീവി യഥാർത്ഥത്തിൽ നിലവിലുണ്ടെന്ന അവകാശവാദങ്ങൾക്ക് എന്തെങ്കിലും സാധുതയുണ്ടോ? നമ്മൾ അതെല്ലാം കിളച്ച് മറിക്കുവാൻ പോവുകയാണ്. ടിബറ്റൻ സംസ്കാരത്തിന്റെ മിക്ക പ്രാചീന വശങ്ങളെയും പോലെ യതിയുടെ ഉത്ഭവം മതത്തിൽ വേരൂന്നിയതാണ്, പ്രത്യേകിച്ചും ബുദ്ധമതത്തിന് മുൻപുള്ള പിറവി. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർ തങ്ങളെ വേട്ടയാടുന്ന ഒരു ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരതിനെ വനജീവികളുടെ അധിപനായി വിലയിരുത്തി. ഈ ദേവൻ യതി എന്നറിയപ്പെടും. എന്നാൽ ഈ സമയത്തത് ഹിമാനി ജീവിയായിരുന്നു. ഏതൊരു മതത്തിലെയും പോലെ അവരുടെ ഈ ദൈവത്തെ ബഹുമാനിക്കുന്നതിനായി ആത്മീയ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. ഈ ഹിമാനി ജീവിയുടെ സംരക്ഷണം ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കത്തക്ക വിധത്തിൽ ആദ്യമായും പ്രധാനമായും അതിനുവേണ്ടി ഒരു വാർഷിക യാഗം അർപ്പിക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടുത്തി. ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ കുടൽ മുകളിലേക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്ഥാനത്ത് നിലത്ത് കിടത്തുന്നത് ഒരു ശരിയായ ചടങ്ങിൽ ഉൾപ്പെടുത്തുന്നു. വേട്ടക്കാരൻ പിന്നീട് മൃഗത്തിന്റെ പിന്നിൽ കുനിഞ്ഞ് മൃദുവായി പതുക്കെ പ്രാർത്ഥിക്കുകയും കുടൽ എടുത്ത് മൃഗത്തിന്റെ തലയിലേക്ക് എറിയുകയും ചെയ്യുന്നു. മറ്റ് ചില മതപരമായ ആചാരങ്ങളിൽ ഹിമാനി ജീവിയുടെ വിലയേറിയ രക്തം കടുകും വിഷവും കലർത്തി ഒരു മാന്ത്രിക മിശ്രിതം സൃഷ്ടിക്കുന്നത് ഉൾപ്പെടുന്നു. അവരാൽ യതിയെ വേട്ടയാടി കഴിഞ്ഞാൽ മാത്രമേ ഈ മാന്ത്രിക മിശ്രിതം സാധ്യമാകൂ. അത് ദൈവമായി വീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും രതി യഥാർത്ഥ ശാരീരിക അസ്തിത്വം കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരേ സമയം ആത്മീയവും ശാരീരികവുമായ ഈ സൃഷ്ടിക്ക് വളരെക്കാലം ജീവിക്കുവാനുള്ള കഴിവുണ്ടെന്ന് നേപ്പാളിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ചിലർ സമീപകാലങ്ങളിൽ അതിനെ കണ്ടതായി അവകാശപ്പെടുന്നു. സംശയങ്ങൾക്കും നിഗൂഢതകൾക്കും ആക്കം കൂട്ടുന്ന ആ രഹസ്യങ്ങളിലേക്ക് തിരിക്കും മുൻപ് ഈ ആത്മീയ ഹിമാനിയിൽ നിന്ന് പുരാണത്തിലെ യതി എങ്ങനെ ഉയർന്നു വന്നുവെന്ന് പരിശോധിക്കാം. യതി എന്ന പദം യേ ഥേ എന്ന ഷെർപ്പ പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞതെന്ന് ചിലർ പറയുന്നു. മനുഷ്യൻ്റേതുപോലുള്ള ഒരു ചെറിയ മൃഗം എന്നതാണ് യേ ഥേ എന്ന പദത്തിനർത്ഥം. എന്നാൽ കരടി എന്നർത്ഥം വരുന്ന മെറ്റി എന്ന ഷെർപ്പ പദത്തിൽ നിന്നുമാണ് ഈ പേര് ഉരുത്തിരിഞ്ഞതെന്ന് മറ്റു ചിലർ അവകാശപ്പെടുന്നു. എന്തായാലും ടിബറ്റൻ നാടോടി കഥകളിൽ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രൂപം ഒരു കാലത്ത് വഹിച്ചിരുന്ന യഥാർത്ഥ ദൈവിക പങ്കിൽ നിന്ന് ഇന്നത്തെ മിഥ്യയായി വികസിച്ചു. തുടക്കം മുതൽ ഈ ഐതിഹ്യങ്ങൾ യതിയെ അപകടകരമായ ഒരു വ്യക്തിത്വമായി ചിത്രീകരിച്ചു. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഒന്നാണിത്. പരമ്പരാഗതമായി മതങ്ങളിലെ മുതിർന്നവർ കഥ വിവരിക്കുമായിരുന്നു. അവർക്കു ചുറ്റും എല്ലാവരും ഒത്തുകൂടുകയും ഈ വന്യ മഞ്ഞു മനുഷ്യനെക്കുറിച്ച് കേൾക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും ഉന്നം പ്രേക്ഷകരായിട്ടുള്ള കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണിത്. കാരണം ശൈശവകാലത്ത് സ്വയം അലഞ്ഞു തിരിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. യതിയുടെ ഭയാനകമായ സ്വഭാവം എല്ലായ്പ്പോഴും അതിൻ്റെ ശാരീരിക വിവരണത്തിൽ ഊന്നിപ്പറയുന്നു. വലുതും രോമാവൃതവും ഭീമാകാരമായ വലിപ്പമുള്ള പാദങ്ങളുള്ളതും മഞ്ഞിൽ വലിയ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചതും, അതുകൂടാതെ അതൊരിക്കലും അതിൻ്റെ ഭീഷണിപ്പെടുത്തുന്ന കല്ലുകെട്ടിയ ആയുധമില്ലാതെ കാണപ്പെടില്ലെന്നും പറയപ്പെടുന്നു. ഹിമാലയത്തിൽ യതികളെക്കുറിച്ചുള്ള ജനപ്രിയ കഥകളിൽ യതിയുടെ ഉന്മൂലനവും പ്രശസ്തമാണ്. ഏറെ നാളായി തങ്ങളെ നിഷ്കരുണം പീഡിപ്പിക്കുന്ന ഒരു കൂട്ടം യതികളോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുമെന്ന് തീരുമാനിച്ച ഷെർപ്പകളുടെ ഒരു സമൂഹത്തിന്റെ കഥയാണിത്. അവരുടെ പ്രവർത്തന പദ്ധതിയിൽ ധാരാളമായി മദ്യം കുടിക്കുകയും തുടർന്ന് അവർക്കിടയിൽ തമ്മിൽ ഒരു പോരാട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതൊരു ആസൂത്രിത കലഹമായിരുന്നു, യഥാർത്ഥമായ ഒന്നല്ല. യതികൾ ആ പ്രവർത്തനം പിന്തുടരുമെന്നും അവ പരസ്പരം നശിപ്പിക്കുമെന്നുമായിരുന്നു അവരുടെ പ്രതീക്ഷ. ജ്ഞാനികളായ യതികൾ വഞ്ചിക്കപ്പെടുകയോ ആ പദ്ധതി വിജയിക്കുകയോ ചെയ്തില്ല.
തുടർന്ന് പരസ്പരം തോൽപ്പിക്കുന്നതിന് പകരം പർവ്വതങ്ങളിൽ അവരുടെ പര്യവേഷണം തുടരുകയും ഷെർപ്പ സമൂഹത്തിൽ കൂടുതൽ നാശം വിതയ്ക്കുകയും ചെയ്തു. ഈ ഐതിഹ്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ കൺമുൻപിൽ വളരുന്ന ഒരു യതിയെ നേരിട്ട് കാണുന്നു. അത് ഉയരമുള്ളതും ബലിഷ്ഠവുമായി തീർന്നു. സൂര്യൻ ഉദിക്കുന്ന വേഗതയിൽ മഞ്ഞുമനുഷ്യൻ്റെ ഉയരം കൂടുന്നു. മനുഷ്യൻ ഈ അസാധാരണമായ ദൃശ്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അയാൾക്ക് സ്വയം ഊർജം നഷ്ടപ്പെടുന്നതായി കാണുന്നു. അവസാനം അദ്ദേഹം ബോധരഹിതനായി നിലം പതിക്കുന്നു. ആയിരക്കണക്കിന് കഥകളാണ് ഇതുപോലെ പ്രചരിക്കുന്നത്. അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ ശരിക്കും കഥകളാണോ? യതി യഥാർത്ഥമായിരിക്കാൻ സാധ്യതയുണ്ടോ? ബാക്കിയുള്ള ബോൺ വിഭാഗ അനുയായികൾ തീർച്ചയായും അങ്ങനെ വിശ്വസിക്കുന്നു. മറ്റു പലരും വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ സമീപ വർഷങ്ങളിൽ പോലും ഈ വിഷയത്തിൽ നമുക്ക് ഇന്ന് ഉള്ള എല്ലാ ഹോളിവുഡ് ചിത്രങ്ങളും പ്രഖ്യാപിക്കപ്പെട്ട ധാരാളം കാഴ്ചകളുണ്ട്. യതിയെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണുവാനും പഠിക്കുവാനും വേണ്ടി നിരവധി ആളുകൾ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇനി പറയാം. 1921 ബ്രിട്ടീഷ് പരിവേഷണമുണ്ടതിന്. യതി, ഹിമാനി ജീവി, ബിഗ് ഫുട്ട് എന്ന കഥയുമായി അമ്ലേച്ഛമായ ഹിമമനുഷ്യൻ എന്ന പദം എവിടെയാണ് യോജിക്കുന്നതെന്ന് അതിശയോക്തി നിങ്ങൾക്കുണ്ടോ? 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർ എവറസ്റ്റ് കൊടുമുടി പരിവേഷണം ചെയ്തപ്പോൾ മഞ്ഞിൽ വളരെ വലിയ കാൽപ്പാടുകൾ കണ്ടു. വഴികാട്ടിയായ ഒരു ഷെർപ്പ അവരോടതിനെക്കുറിച്ച് വിശദീകരിച്ചു. ഇവ ഒരു മെറ്റോ കാങ്മിയുടെ മുദ്രകളാണ്. മെറ്റോ കാങ്മി എന്നതിനെ മനുഷ്യൻ, കരടി മഞ്ഞു മനുഷ്യൻ എന്ന് വിവർത്തനം ചെയ്യാം. ഈ പരിവേഷണം ഹെൻറി ന്യൂമാൻ എന്ന പത്രപ്രവർത്തകൻ കൈകാര്യം ചെയ്തപ്പോൾ മെറ്റോ എന്നത് മനുഷ്യക്കരടി എന്നതിലുപരി വൃത്തികെട്ട എന്ന പദം ഉപയോഗിച്ച് വിവർത്തനം ചെയ്ത് തെറ്റ് ചെയ്തു. തുടർന്ന് വൃത്തികെട്ട എന്ന വാക്കിന് പകരം അമ്ലേച്ഛമായത് എന്ന പദം ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ അദൃശ്യമായതും എന്നാൽ വളരെ വലിയ കാൽപ്പാടുകൾക്ക് പേരുകേട്ടതുമായ മ്ലേച്ഛമായ ഹിമമനുഷ്യൻ ജനിച്ചു. ഏറ്റവും പ്രശസ്തനായ യതി വേട്ടക്കാരൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന മെസ്നർ 80കളിൽ യതിയെ കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം അതേ സ്ഥലത്ത് തിരിച്ചെത്തി വീണ്ടും കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അദ്ദേഹം നിർഭാഗ്യവാനാണ്. എന്നാലും യതിയുടെ നിഗൂഢതകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അദ്ദേഹത്തെ മറ്റ് യതി അന്വേഷകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇതൊരു ഭ്രാന്തനോ പകുതി മനുഷ്യ അർദ്ധ കരടിയോ അല്ലെന്ന് മെസ്നർ അവകാശപ്പെടുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊരു തരം കരടി മാത്രമാണ്. അതിൻ്റെ ഇനം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു തവിട്ട് കരടിയും ധ്രുവക്കരടിയും തമ്മിലുള്ള സങ്കര ഇനം. കാഴ്ചകളുടെ കാര്യം വരുമ്പോൾ ഓരോ വർഷവും അവ എണ്ണമറ്റ എണ്ണമുണ്ട്. എന്നാൽ യതി യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നേപ്പാളികളുടെ അഭിപ്രായത്തിൽ നമ്മളതിനെ ശ്രദ്ധിക്കേണ്ടതില്ല. ഒരൊറ്റ കുത്തുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ കഴിയുന്ന ഒരു വിസിൽ മുഴക്കുന്ന മുരളുന്ന മൃഗമാണ് അതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾക്ക് മുഖാമുഖം അത് വന്നാൽ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നവർ പറയുന്നു. നിങ്ങളുടെ അന്വേഷണം നിങ്ങളെ പിന്തിരിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ശരിക്കും സാഹസത്തിന് തയ്യാറാണെങ്കിൽ യതി ഒരു രാത്രികാല ജീവിയാണെന്ന് ആരോപിക്കപ്പെടുന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്കതിനെ കാണുവാൻ എന്തെങ്കിലും അവസരം വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നിങ്ങളതിന് ശ്രമിക്കേണ്ടതുണ്ട്. പ്രിയരെ, നന്ദി, നമസ്കാരം. യതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ ഇവിടെ വീഡിയോയിൽ പങ്കുവയ്ക്കുമെന്ന വിശ്വാസത്തോടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.